ഹായ് ഫ്രണ്ട്സ്, അനിയ കെ ജുടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ 2024 SLC റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ട്. വിചാരിച്ച മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഫുൾ എ പ്ലസ് കിട്ടിയവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ എ പ്ലസും 9 എ പ്ലസും 8 എ പ്ലസും കിട്ടിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ ചിലർക്കെങ്കിലും നമുക്ക് കിട്ടിയ മാർക്ക് പോരാ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന് ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്നുള്ളവർ കാണും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് റീവാലുവേഷൻ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വന്ന് ആദ്യത്തെ 5 ദിവസം, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 9 മുതൽ 13 വരെയാണ് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഒരു പേപ്പറിന് 400 രൂപയാണ് റീവാലുവേഷൻ കൊടുക്കുന്നതിനുള്ള പൈസ ചിലവ് വരുന്നത്. ഓക്കെ, ഇനി ഫോട്ടോ കോപ്പി, നിങ്ങളുടെ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി, റിസൾട്ട് നോക്കിയ ഫോട്ടോ കോപ്പി കിട്ടണമെങ്കിൽ 200 രൂപ നിങ്ങൾക്ക് കൊടുത്താൽ മതി. സ്ക്രൂട്ടണിക്കാണെങ്കിൽ 50 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചോദ്യം, റീവാലുവേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കുറയുമോ എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഉറപ്പായിട്ടും അവിടെ തന്നെ കാണും. ഇനി കൂടാൻ വേണ്ടിയിട്ടാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയുന്ന ഒരു സാധ്യതയില്ല. ഇനി റീവാലുവേഷൻ കൊടുക്കണോ, മാർക്ക് കൂടുമോ എന്നൊക്കെ ആലോചിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് നോക്കുക. നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിന് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ, നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ബാക്കി ആരും പറയുന്നത് കേൾക്കേണ്ട. കാരണം നിങ്ങൾ എഴുതിയ പരീക്ഷയെ പറ്റി നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. മാത്രമല്ല, ഇപ്പോൾ 9 എ പ്ലസ് കിട്ടി, ഒരു എ ആയിപ്പോയി, അല്ലെങ്കിൽ ബാക്കി എല്ലാ വിഷയത്തിനും എ പ്ലസ് ഉണ്ട്, ഒരു വിഷയത്തിന് മാത്രം മാർക്ക് കുറവാണ്, എന്നാൽ പിന്നെ അതിനങ്ങ് റീവാലുവേഷൻ കൊടുത്തേക്ക് എന്നൊക്കെ പലരും പറയും. പക്ഷേ നിങ്ങൾക്ക് ആ വിഷയത്തിന് എ ഗ്രേഡേ കിട്ടൂ എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വിചാരിച്ചതിനേക്കാൾ, നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടി മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് കൂടിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ലല്ലോ, 400 രൂപയുടെ കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രം റീവാലുവേഷൻ കൊടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാത്രം ആലോചിച്ച്, ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുക, നിങ്ങൾ മാത്രം ആലോചിച്ച്, നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് നിങ്ങൾ മാത്രം ആലോചിച്ച് റീവാലുവേഷൻ കൊടുക്കുക. ഇനി +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അനിയ കെ ജുടെക്.